യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായത്തിൽ നമുക്കൊരു സ്ത്രീനെ കാണാം, മേരി ദ മഗ്ദലേൻ. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന അവിടുത്തെ സിറ്റുവേഷൻ ഇതാണ്. യേശു ക്രിസ്തുവിനെ ക്രൂശിലാക്കിയ ശേഷം നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് അവിടെ കാണാം, യേശുവിനെ ആക്കിയ കല്ലറയിനടുത്തേക്ക് ഈ മേരി എന്നുള്ള സ്ത്രീ കടന്നു ചെല്ലുകയാണ്. അവിടെ മറ്റാരും കാണാത്തൊരു കാര്യം മേരി കാണുകയാണ്. അതായത് നമുക്ക് അറിയാം, ഈ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തേൻ. അപ്പൊ അതിനാദ്യമായി സാക്ഷ്യം വഹിക്കുന്നത് ഈ സ്ത്രീയാണ്. മേരി അവിടെ ചെല്ലുമ്പോൾ കല്ലറ തുറന്നു കിടക്കുന്നതും അവിടെ യേശു ക്രിസ്തു ഇല്ലാത്തതും കാണുന്നു. അപ്പോൾ മേരിയാണ് അത് ആദ്യമായി കാണുന്നത്, ആദ്യമായി വിറ്റ്നസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ദൂതന്മാരോട് സംസാരിക്കുന്നതും ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് ആദ്യമായി സംസാരിക്കുന്നതൊക്കെ മേരിയാണ്. അപ്പോൾ വൈ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമുള്ളൂ. കാരണം അവിടെ യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു, അതിനേക്കാളും പ്രഗത്ഭരായ ആൾക്കാർ, വേറെ ആൾക്കാരുണ്ടായിരുന്നു മേരിനേക്കാളും. എന്നാലും വൈ മേരി? മേരി എന്തുകൊണ്ട് ഇത് ആദ്യമായി വിറ്റ്നസ് ചെയ്തു? അല്ലെങ്കിൽ മേരി എന്തുകൊണ്ട് ആദ്യമായി ഇത് യേശു ക്രിസ്തുവിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം കേൾക്കാൻ സാധിച്ചു എന്നുള്ളതിന് ഒറ്റ ഉത്തരമുള്ളൂ. മേരി ഇട്ട എഫേർട്ട്, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ പാഷൻ. നമുക്ക് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതിരാവിലെ ഏർലി ഇൻ ദ മോർണിംഗ് ആണ് മേരി പോകുന്നത്. അതേപോലെ സ്റ്റിൽ ഡാർക്ക്, ഇരുട്ടായിരുന്നു, ഇപ്പോൾ വെളിച്ചം പോലും വരാത്ത സമയത്ത്, അത്രയും രാവിലെയാണ് മേരി പോകുന്നത്. പിന്നെ നമുക്ക് താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ മേരി കരയുന്നതായിട്ട്, ഓടുന്നതായിട്ട്, എല്ലാം കാരണം ആ ഒരു അർജൻസിയിൽ ചെയ്യുന്നതായിട്ട്, ലൈക്ക് നടന്നു പോലും അല്ല, ഓടുന്നതായിട്ട്, അതേപോലെ തന്നെ യേശുവിനെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം മേരി എന്നുള്ള ആ സ്ത്രീയുടെ യേശുവിനോടുള്ള ആ സ്നേഹം, അതായത് ആ എഫേർട്ട്, അവിടെ നമുക്കൊരു എഫേർട്ട് കാണാൻ സാധിക്കും. കാരണം എന്തിനാണ് അത് രാവിലെ പോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മേരിക്കും അതിനുള്ളൊരു ഉത്തരം ഉണ്ടാവില്ല. പക്ഷെ അറിയില്ല, യേശുവിനെ കാണുവാൻ, കൂടെ ഇരിക്കുവാൻ, അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ഇത് കാരണം ആ എഫേർട്ട് ഇട്ട് പോവുകയാണ്. ആ ഒരു ഹാർട്ടിൽ നിന്ന് വരുന്ന ഒരു പാഷൻ കാരണം അവിടെ പോവുകയാണ്. സോ ആ ഒരു എഫേർട്ട്, ആ ഒരു പാഷനാണ് അവിടെ. നമ്മൾ ആദ്യം ചോദിച്ച വൈ എന്നുള്ളതിൻ്റെ ആൻസർ, ലൈക്ക് ദൈവത്തിൻ്റെ ആ വലിയ അത്ഭുതം കാണുവാനും, യേശുവിൽ നിന്ന് ആദ്യമായി സംസാരിക്കുവാനും, ശബ്ദം കേൾക്കുവാനും എല്ലാം സാധിച്ചത് മേരിക്കാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. ദൈവത്തെ ആദ്യമായി, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ലൈഫിൽ കാണണേ, ആദ്യമായിട്ടല്ല, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ലൈഫിൽ കാണണമെങ്കിൽ, യേശുവുമായിട്ട് നമുക്കൊരു സംസാരിക്കണമെങ്കിൽ, എപ്പോഴും നമുക്ക് ആവശ്യം നമ്മൾ ദൈവത്തിനോട് ഇടുന്ന ആ ഒരു എഫേർട്ട്, ദൈവത്തിന് വേണ്ടി ഇടുന്ന ആ ഒരു എഫേർട്ട്, അല്ലെങ്കിൽ നമ്മുടെ പാഷൻ, അല്ലെങ്കിൽ ഇതെല്ലാം സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് പറയാം, നമ്മുടെ ഹൃദയം. ദൈവം എപ്പോഴും നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലോട്ടാണ്. അപ്പൊ നമ്മൾ ഹൃദയത്തിൽ നിന്ന് വേണം ദൈവത്തിനെ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു എഫേർട്ട്, അല്ലെങ്കിൽ ആ ഒരു പാഷൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. എന്നാൽ മാത്രമാണ് ദൈവപ്രവൃത്തി നമ്മുടെ ലൈഫിൽ നടക്കുകയുള്ളൂ. നമുക്ക് നമ്മളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ, നമ്മളിലൂടെ ദൈവത്തിന്റെ പർപ്പസ്, ദൈവത്തിന്റെ വില്ല് ചെയ്യുവാൻ, നമ്മൾ അതാണ് കുറച്ച് വീഡിയോസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ളത് നമ്മുടെ ഹൃദയം ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം കണ്ടു, നമ്മുടെയൊക്കെ ഒരു സബ്മിഷൻ വേണം, നമുക്ക് ദൈവത്തിനോടുള്ള സ്നേഹം വേണം, ട്രസ്റ്റ് വേണം. അപ്പൊ ഇതൊക്കെ എവിടെ നിന്നാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിലോട്ടാക്കാണ് നോക്കുന്നത്. ജെറമ്യ 17:10 ദൈവം പറയും, ഞാൻ അവരുടെ ഹൃദയം നോക്കി ടു റിവാർഡ്. അപ്പൊ ഹൃദയം ദൈവം നോക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വചനം പറയുന്നത്, വിത്ത് ഓൾ യുവർ ഹാർട്ട് ദൈവത്തിന് ഇഷ്ടപ്പെടുക. നമ്മുടെ ഹൃദയം കംപ്ലീറ്റ് ആയിട്ട്, നമ്മുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കുവാൻ ദൈവം പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ആ ഒരു മേരി ഇട്ട, ആ സ്ത്രീ ഇട്ട എഫേർട്ട്, പാഷൻ കാരണമാണ് അത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സാധിച്ചത്. നമുക്ക് കുറച്ചും കൂടെ മുമ്പോട്ട് വരികയാണെങ്കിൽ മാത്യുവിൽ തന്നെ വേറൊരു അത്ഭുതം കൂടെ കാണാൻ സാധിക്കും. ഒരു ബ്ലീഡിങ് ആയിട്ടുള്ള രക്തക്കാരിയ സ്ത്രീ ദൈവത്തിന്റെ വസ്ത്രത്തിൽ, ലൈക്ക് എഡ്ജ് ഓഫ്, ലൈക്ക് ദൈവത്തിന്റെ വസ്ത്രത്തിന്റെ അറ്റമാണ് തൊട്ടത്. അവിടെ ആ തൊട്ടപ്പോൾ തന്നെ ദൈവത്തിൽ നിന്ന് ആ ഒരു പവർ പോയി ആ സ്ത്രീ ഹീലാവുകയാണ്. അപ്പൊ അവിടെ ആ ഒരു ക്രൗഡിന്റെ നടുക്കാണ്, ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര് യേശു ക്രിസ്തുവിനെ തൊടുന്നുണ്ട്. പക്ഷെ ആ ഒരു ടച്ച് മാത്രം സ്പെഷ്യലായി, ഒരു ടച്ചിൽ മാത്രം ആ ഒരു ഹീലിംഗ് മിറാക്കിൾ നടന്നു. അഥവാ അല്ലെങ്കിൽ യേശു തിരിഞ്ഞ് ചോദിക്കുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? സോ ആ ഒരു ടച്ച് മാത്രം സ്പെഷ്യലായി. ഹൗ എന്നുള്ള ചോദ്യത്തിന് ആ സ്ത്രീ ഇട്ട എഫേർട്ട് ആണ്. കാരണം 12 വർഷമായിട്ട് ഈ രോഗത്തിലാണ്, ഈ ഒരു ലൈക്ക് അത്രയും ക്രൗഡാണ്. സോ ഈസി അല്ല അവിടെ വരാൻ വേണ്ടിയിട്ട്. എന്നാലും ആ വിശ്വാസം കാരണം, ആ ഒരു പാഷൻ കാരണം, ആ എഫേർട്ട് ഇട്ട് ദൈവത്തിന് വന്ന് തൊടുകയാണ്. അപ്പൊ ആ ഒരു എഫേർട്ട് കാരണം അവിടെ ഒരു ഹീലിംഗ് നടന്നു, അവിടെ ഒരു ദൈവപ്രവൃത്തി നടന്നു. സോ നമ്മുടെ ലൈഫിലും നമ്മൾ ദൈവത്തിന് വേണ്ടി ഇടുന്ന എഫേർട്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിലൂടെ നടക്കാനുള്ള
ഏറ്റവും ഈസി ആൻഡ് ബേസിക് സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ നമ്മൾ ഹൃദയപ്രകാരം ദൈവത്തിനെ സീക്ക് ചെയ്യണം. നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കണം. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മുടെ വിശ്വാസമായിക്കോട്ടെ, സ്നേഹമായിക്കോട്ടെ, ഹ്യൂമിനിറ്റി അതായത് സബ്മിഷൻ ആയിക്കോട്ടെ, എല്ലാം ഹൃദയത്തിൽ നിന്ന് വരണം, പൂർണ്ണമായിട്ട് വരണം. കാരണം നമ്മൾ ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കൊടുക്കുന്നതും അല്ലെങ്കിൽ പൂർണ്ണമായി കൊടുക്കുന്നതും രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ ദൈവം നമ്മുടെ ഹൃദയമാണ് നോക്കുന്നത്, ദൈവം നമ്മുടെ എഫേർട്ടാണ് നോക്കുന്നത്, ദൈവം നമ്മുടെ പാഷനാണ് നോക്കുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 ശമൂവേൽ 16:7 പറയുന്നത് പോലെ തന്നെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യർ നോക്കുന്ന പോലെയല്ല ദൈവം നോക്കുന്നത്. മനുഷ്യൻ നോക്കുന്നത് അപ്പിയറൻസിലാണ്, പക്ഷെ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. പുതിയ നിയമത്തിലോട്ടേക്ക് വരുമ്പോഴും അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ വായിൽ നിന്ന് പുറത്തോട്ട് വരുന്നതാണ് നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്, അതാണ് നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഹൃദയത്തിൽ എന്താണോ അതാണ് പുറത്തു വരുന്നത്. നമ്മൾ 1 ശമൂവേലിൽ കണ്ടതുപോലെ തന്നെ ദൈവം നമ്മളെ നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, മനുഷ്യർ നോക്കുന്ന പോലെയല്ല. നമ്മൾ നോക്കുന്നത് കുറച്ചും കൂടെ അപ്പിയറൻസ് ബേസ്ഡ്. അതുകൊണ്ടാണ് നമ്മൾ നല്ല വസ്ത്രങ്ങൾ, അങ്ങനെ പല അതുകൊണ്ട് തന്നെയാണ് നമുക്കത് കൺഫ്യൂഷനായിട്ട് പല ഹിപ്പോക്രൈറ്റ്സ് നമ്മുടെ ഉള്ളിൽ, ലൈക്ക് നമ്മുടെ സമൂഹത്തിൽ, കമ്മ്യൂണിറ്റിയിൽ വരാൻ കാരണം അവർ പുറമെ ഭയങ്കരമായിട്ട് കാണിക്കുമെങ്കിലും ദൈവം അതല്ല നോക്കുന്നത്, ദൈവം നമ്മുടെ ഹൃദയമാണ് നോക്കുന്നത്. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് കാണിക്കുന്നതല്ല ഇമ്പോർട്ടൻറ്റ്, എന്താണ് നമ്മുടെ അകത്ത്. കാരണം ദൈവം അതാണ് നോക്കുന്നത്. മനുഷ്യരെ കാണിക്കാനാണെങ്കിൽ നമുക്ക് പുറത്ത് നന്നായിട്ടൊക്കെ നടക്കാം, പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ലൈഫിൽ നടക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം പ്യൂർ ആയിരിക്കണം. ഹൃദയത്തിൽ നിന്ന് നമ്മൾ ദൈവത്തിനെ സീക്ക് ചെയ്യണം. ഹൃദയം നമുക്ക് ആ ഒരു ഹൃദയത്തിൽ നിന്നുള്ള എഫേർട്ട് അതൊക്കെ ദൈവത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കങ്ങനെ പല എക്സാമ്പിൾസും വചനത്തിൽ നിന്ന് കാണാം. നമുക്കൊരു വീടോ ഒരു സ്ത്രീ പലരും ദൈവത്തിന് വേണ്ടി കുറേ കൊടുത്തപ്പോഴും യേശു വാല്യൂ ചെയ്തത് ലാസ്റ്റ് പൈസ കയ്യിലുണ്ടായിരുന്ന ലാസ്റ്റ് കോയിൻ ഇട്ട ഒരു വിഡോനെയാണ് ദൈവം പറയുന്നത് അവൾ ഇട്ടതാണ് ഏറ്റവും അധികം എന്നുള്ളത്. കാരണം എന്താണ്, ആ ഒരു ഹൃദയത്തിൽ നിന്നാണ് അത് ഇടുന്നത്. ഒത്തിരി ഉണ്ടായിട്ടല്ല, ഒന്നുമില്ലെങ്കിൽ പോലും നമ്മൾ ഉള്ളത് കൊണ്ട് ദൈവത്തിനെ സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ട്, അതാണ് ദൈവം നോക്കുന്നത്. അപ്പൊ നമുക്ക് ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് ഇഷ്ടപ്പെടുവാനും, ഹൃദയത്തിൽ നിന്ന് ദൈവത്തിനെ വിശ്വസിക്കാനും, ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് മുമ്പാകെ സബ്മിറ്റ് ചെയ്യാനും സാധിക്കട്ടെ. നമുക്ക് ഹൃദയം കൊണ്ട് തന്നെ നമുക്കൊരു പാഷൻ, യേശുക്രിസ്തുവിനോടുള്ള ഒരു പാഷൻ, യേശുക്രിസ്തുവിനെ അറിയുവാനും പഠിക്കുവാനും സംസാരിക്കുവാനും, യേശുവിന് വേണ്ടി ഓരോന്ന്, ദൈവത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യുവാനും, ദൈവരാജ്യത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യാനുള്ള പാഷൻ വരട്ടെ. കാരണം അങ്ങനെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് ഓരോന്ന് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ദൈവത്തിന് വേണ്ടി ഓരോ കുഞ്ഞു കുഞ്ഞു എഫേർട്ടുകൾ ഇടാൻ സാധിക്കുള്ളൂ. ആൻഡ് ആ ഒരു എഫേർട്ടിനെയാണ് ദൈവം മാനിക്കുന്നത്, ആ ഒരു ഹൃദയത്തിനെയാണ് ദൈവം മാനിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു ഹൃദയമുള്ളവർക്ക് മാത്രമേ ദൈവപ്രവൃത്തി ലൈഫിലൂടെ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ, അങ്ങനെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ദൈവത്തിനും നമ്മളിലൂടെ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. സോ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ലൈഫിൽ എങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ എഫേർട്ട് ഇടണം. നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി ആവണം. നമ്മൾ ദൈവത്തിന് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, ഓരോ ഇമോഷൻസും ദൈവത്തിന് വേണ്ടത് ഹോൾ ഓഫ് അവർ ഹാർട്ടാണ്. സോ ഇന്ന് തൊട്ട് നമുക്ക് പൂർണ്ണമായി ഹൃദയപ്രകാരം ദൈവത്തിനെ സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും എല്ലാം കഴിയട്ടെ. അതേപോലെ തന്നെ ദൈവത്തിന് വേണ്ടി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു പാഷനോടെ തന്നെ, ആ ഒരു ഇഷ്ടത്തോടെ തന്നെ, ആ ഒരു സന്തോഷത്തോടെ തന്നെ നമുക്ക് ദൈവത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഉറപ്പായിട്ടും ദൈവം വിശ്വസ്തനാണ്. ദൈവം നമ്മുടെ എഫേർട്ടിനെ മാനിക്കും, എഫേർട്ടിനെ ബ്ലെസ് ചെയ്യും, എഫേർട്ടിനെ റിവാർഡ് ചെയ്യും. സോ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ദൈവത്തിന് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. സോ ഹൗ ഗോഡ് വർക്ക്സ് എന്നുള്ളതിന് അവർ എഫേർട്ട്, അതിലൂടെയാണ് ദൈവം വർക്ക് ചെയ്യുക. സോ അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു.